ഇപ്പം കൂടെയുള്ളവരുമായിട്ട് ഉള്ള ബന്ധമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും ഒരു കൃത്യമായിട്ടുള്ള ബന്ധമല്ല. അതായത് അവർ ചെയ്യുന്ന പ്രവൃത്തിയിലും അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ചെയ്യുന്ന പ്രവൃത്തിയിലും അതിൻ്റെ നല്ലതും ചീത്തതും ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, ആദ്യം അവനവൻ സ്വസ്ഥമായിട്ടിരിക്കുന്ന ഒരവസ്ഥ, മറ്റുള്ളതൊന്നും നമ്മളെ ബാധിക്കാതെ നമ്മൾ സ്റ്റേബിളായിട്ടിരിക്കുന്ന ഒരു 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 പവർ അത് നമ്മളിലുണ്ട്. കാരണം നമ്മൾ കച്ചറുണ്ടാക്കുമ്പോഴും ദേഷ്യം പിടിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും നമ്മളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയില്ലേ. അപ്പോൾ അതുമായിട്ടുള്ള ഒരു ബന്ധം നമ്മൾ ആദ്യം കൊണ്ടുവരുമ്പോൾ നമ്മുടെ കൂടെയുള്ളവരുമായിട്ടുള്ള ആ റിയൽ ബന്ധം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ വന്നെങ്കിൽ മാത്രമേ, കാരണം ഞാൻ സമാധാനത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ സമാധാനക്കേടൊന്നും ഉണ്ടാക്കണില്ല എന്നുള്ള ഉറപ്പ് എനിക്ക് വേണം. അത് 100% വേണം. കാരണം ഞാനായിട്ട് മദ്യപിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരെ കളിയാക്കിയിട്ടോ കള്ളത്തരം പറഞ്ഞോ എന്നെ നശിപ്പിക്കുന്ന ഒരു ഭാഗം എന്നിലുണ്ടെങ്കിൽ ഞാനത് എത്ര ഒളിച്ചു വെച്ചാലും മറ്റുള്ളവരിലും അത് റിഫ്ലക്റ്റ് ചെയ്തിരിക്കും. കാരണം ഞാൻ ഒളിച്ചു വെക്കുന്നത് എൻ്റെ ബുദ്ധിയിലാണ്, പക്ഷേ എൻ്റെ ഈ ശരീരം ഇത് കൃത്യമായിട്ട് അറിയുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചം കൃത്യമായിട്ട് ഇത് അറിയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എന്നെ എത്രത്തോളം ശുദ്ധി ചെയ്തെടുത്ത് കഴിഞ്ഞിട്ട് ഞാനുമായിട്ടുള്ള ബന്ധം, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കാണാം ഈ വ്യക്തിയോട് താല്പര്യം ഉണ്ടെങ്കിൽ അവിടെ അയാൾക്കും ഈ ഞാനുമായിട്ടുള്ള ബന്ധം വളരെ ക്ലിയർ ആവും. അല്ലെങ്കിൽ അയാളെ ശുദ്ധി ചെയ്തെടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അയാൾ നമ്മളെ വിട്ടു പോകും. അപ്പോൾ ആ വിട്ടു പോകുമ്പം ഇനി നമ്മുടെ സ്വന്തം മക്കൾ തന്നെയാണെങ്കിലും അവർ മരിച്ചു പോയാലും, അല്ലെ അച്ഛൻ അമ്മയായാലും അവർ മരിച്ചു പോയാൽ അതിനൊരു കാരണം അവിടെ ഉണ്ട്. കാരണം എന്താ, എനിക്കിനി ഒന്നും ചെയ്യാനില്ല, കാരണം ഞാൻ എൻ്റെ 100% ഞാനിരിക്കുകയാണ്, അല്ലേ. അപ്പോൾ അവർക്ക് അവരോടുള്ള താല്പര്യം, അല്ലെങ്കിൽ അവർക്ക് അവരുടെ സൃഷ്ടിയുമായിട്ടുള്ള താല്പര്യം അത്രയുള്ളത് കൊണ്ട് ആ ശരീരം തൽക്കാലം ആ ആത്മാവിൽ നിന്ന് വിട്ടുനിന്ന്, ഇത്രയേ ഉള്ളൂ. അത് ഞാനിപ്പോൾ ഒരു കൊളോക്കിയലായിട്ട് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇതാണ് ആ റിയാലിറ്റി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. മറ്റേത് നമ്മളെ നശിപ്പിക്കുന്ന ഭാഗമുണ്ടെങ്കിൽ വേറൊരാൾ നമ്മളെ നശിപ്പിക്കുമ്പം അതും നമുക്ക് എന്താണ് ഒരു സ്റ്റിമുലേഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം അയാൾ നമ്മളെ ഉപദ്രവിക്കുന്നതിൽ ആഹ്ലാദം കണ്ടെത്തും, കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അയാളായിട്ട് ഫൈറ്റ് ചെയ്യും, കുറച്ച് കഴിയുമ്പോൾ അവിടെ പ്രശ്നങ്ങളുണ്ടാകും, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകും. മറിച്ച് നമുക്കൊരു കോൺസ്റ്റൻ്റ് പൊസിഷൻ ഉണ്ടെങ്കിൽ, അതായത് ചുറ്റുപാടിൽ നിന്ന് നമ്മളെ നിയന്ത്രിക്കുന്നതല്ലാത്ത ഒരു പെർഫെക്റ്റ് പൊസിഷൻ നമുക്കുണ്ടെങ്കിൽ അവിടെ നിന്ന് തുടങ്ങി നമുക്ക് പിന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു ജീവിതം. വളരെ സിമ്പിളാണ്, വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം.